പ്രൈസ് ദ ലോർഡ്. ഈ സുപ്രഭാതത്തിലെ നിങ്ങളെയും ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങ് ഞങ്ങളെ മെനഞ്ഞെടുത്തുള്ള കർത്താവ്, അങ്ങ് ഞങ്ങളെ വിളിച്ചുള്ള കർത്താവ്, അങ്ങ് ഞങ്ങളെ വേർതിരിച്ചുള്ള കർത്താവ്, നമ്മുടെ ഉദരത്തിലാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ അങ്ങ് അറിഞ്ഞുള്ള കർത്താവേ, ഞങ്ങളെ ശരിക്കുള്ള ജനനം കർത്താവെ സ്വർഗത്തിൽ തന്നെ ക്രിസ്തുവിലാണ് ആദ്യത്തെ ജനനം. രണ്ടാമത്തെ കർത്താവ് ഞങ്ങളെ ഭൂമിയിൽ ജനിപ്പിച്ചതും കർത്താവെ, ഹല്ലേലൂയ കർത്താവ്, സമയമായപ്പോൾ ഞങ്ങളെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ പരിശുദ്ധാത്മ മുഖാന്തരം ഞങ്ങളെ കൊണ്ടുവന്ന കൃപക്കാൻ അങ്ങയോടെ സ്തുതിക്കുന്നു. ഈ സമയത്ത് കർത്താവെ, ഈ ശ്രവിക്കുന്ന ഓരോ മക്കളുടെ ജീവിതങ്ങളിൽ കർത്താവ്, അങ്ങേക്കറിയാത്ത പ്രശ്നങ്ങളില്ലല്ലോ കർത്താവ്, അങ്ങേക്കറിയാത്ത കർത്താവ് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ലല്ലോ കർത്താവ്, സംഭവിക്കുന്നില്ലല്ലോ. ഈ സമയത്ത് കർത്താവെ, അവർ ആഗ്രഹിക്കുന്ന കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ചെയ്യുവാനായിട്ട് അങ്ങ് വിശ്വസ്തനായ ദൈവമാണ് കർത്താവ്. അവർ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ കർത്താവ് അങ്ങ് കൊടുക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവമാണല്ലോ കർത്താവ്, വിശ്വസ്തനായ ദൈവമാണല്ലോ കർത്താവ്, കഴിവുള്ള ദൈവമാണല്ലോ കർത്താവ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം സകലതും സൃഷ്ടിച്ചപ്പോൾ ഞങ്ങളെയാണ് ആദ്യം കണ്ടത്. ഞങ്ങൾക്ക് വേണ്ടിയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് കർത്താവെ. മനുഷ്യർ എത്രമാത്രം അമൂല്യമാണ് അങ്ങയുടെ തിരുക്കരങ്ങളിൽ കർത്താവെ, അങ്ങയുടെ കണ്ണുകളിൽ കർത്താവ് എത്രമാത്രം അമൂല്യമാണ്. ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് മനുഷ്യനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണല്ലോ കർത്താവ് മനുഷ്യനെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നത് കർത്താവ്. പരിശുദ്ധാത്മാവ് മുഖാന്തരം യേശു ക്രിസ്തു എന്ന നല്ല നാഥൻ, നല്ല ഇടയൻ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദൈവത്തിൻ്റെ കുഞ്ഞാടായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ തന്ന കൃപക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പാപം നിമിത്തം അവൻ മുറിവേക്കപ്പെട്ടു, ഞങ്ങളുടെ പാപം നിമിത്തം അവന് ക്രൂശിൽ കയറി കർത്താവ്. അത് ഞങ്ങളുടെ തെറ്റുകളായിരുന്നു, ഞങ്ങളുടെ പാപങ്ങളായിരുന്നു. ഞങ്ങളത് ഏറ്റുപറയും, ഞങ്ങളത് മനസ്സിലാക്കുന്നു, അത് വിശ്വസിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ നീതിയെ ഞങ്ങൾ ഈ സമയത്ത് സ്വീകരിക്കുന്നു. ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് അവൻ ക്രൂശിതനായെങ്കിൽ ഹല്ലേലൂയ, അവൻ്റെ ക്രൂശ് മരണത്താൽ ഹല്ലേലൂയ അവൻ്റെ വിശുദ്ധിയും അവൻ്റെ നീതിയും ഞങ്ങളിപ്പോൾ സ്വീകരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ബലത്താലല്ല, ഞങ്ങളുടെ ശക്തിയാലല്ല, ഞങ്ങളുടെ വചനം പറയുന്ന പോലെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലത്രേ. പിതാവെ, ഈ പ്രഭാതത്തിൽ തന്നെ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും നിങ്ങളുടെ വചനം പറയുന്നുണ്ടല്ലോ കർത്താവെ. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും കർത്താവെ, ആരായാലും കർത്താവെ, അങ്ങ് കർത്താവെ ഒരു മനുഷ്യൻ്റെ മുഖത്തെ നോക്കി അവനെ കർത്താവെ നോക്കുമ്പോൾ അവൻ്റെ മേൽ അങ്ങയുടെ പ്രസാദം തോന്നുന്ന ദൈവമാണല്ലോ കർത്താവ്. അങ്ങിലേക്ക് നോക്കുന്നവർ ആരും ലജ്ജിതനായിട്ടില്ല, അവരുടെ മുഖം പ്രകാശിതരായി അങ്ങനെ ദൈവത്തിന് വചനം പറയുന്നത് കർത്താവെ. അത് സംഭവിക്കട്ടെ പിതാവെ. ഇപ്പോൾ കർത്താവെ ക്ലേശങ്ങളിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി, പ്രശ്നത്തിൽ കൂടി കർത്താവ്, കടഭാരത്തിൽ കൂടി കർത്താവെ, സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളിൽ കൂടി കർത്താവെ, കർത്താവ് ഡിവോഴ്സിൻ്റെ വക്കത്തിൽ എത്തിയിരിക്കുന്ന മക്കളെ കർത്താവെ, അതുപോലെ കർത്താവ് കുടുംബമായിട്ട് കർത്താവെ സംഘർഷത്തിലിരിക്കുന്ന മക്കളെ കർത്താവെ, മാതാപിതാക്കളിൽ നിന്ന് കർത്താവ് മർദ്ദരിക്കുന്ന മക്കളെ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.